പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ വാർത്ത, ഇന്നലെ ISLൽ മോഹൻ ബഗാൻ വേഴ്സസ് മുഹമ്മദ് നസീം മത്സരം നടന്നിരുന്നു. മോഹൻ ബഗാൻ ആരാധകരെല്ലാം ഉറ്റുനോക്കിയത് അവരുടെ പുതിയ സൈനിങ് ആയിട്ടുള്ള ജെമി മാക്ലാറിന്റെ പ്രകടനത്തെയായിരുന്നു. അങ്ങനെ ISLലേക്ക് തന്നെ വരവറിയിച്ചിരിക്കുകയാണ് ജെമി മാക്ലാറൻ. ഇന്നലത്തെ ഒരു മത്സരത്തിൽ ഒരു ഗോൾ നേടാനായിട്ട് ജെമി മാക്ലാറിന് സാധിച്ചിരുന്നു. ഏകപക്ഷീയമായ 3 ഗോളിനായിരുന്നു മോഹൻ ബഗാൻ മത്സരത്തിൽ വിജയിച്ചത്. മാത്രമല്ല സുഭാശിഷ് ബോസ്, ഗ്രെഗ് സ്റ്റുവർട്ട് എന്നീ താരങ്ങളും മത്സരത്തിൽ ഗോൾ നേടിയിരുന്നു. എന്തുകൊണ്ടും മോഹൻ ബഗാനെ സംബന്ധിച്ച് മികച്ചൊരു വിജയം തന്നെയായിരുന്നു അവർ കരസ്ഥമാക്കിയത്. അടുത്തൊരു വാർത്ത, അങ്ങനെ ഇത്തവണത്തെ ടീം ഓഫ് ദി വീക്ക് ISL പുറത്തുവിട്ടിട്ടുണ്ട്. ടീം ഓഫ് ദി വീക്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ നിന്നും ഒരേ ഒരു താരം മാത്രമാണ് ഇടം പിടിച്ചിരിക്കുന്നത്. അത് നോവ സദോവിയാണ്. അതിനോടൊപ്പം തന്നെ അജാഹെ, അർമാൻഡോ സാദിഖു, ഗ്രെഗ് സ്റ്റുവർട്ട്, അഹമ്മദ് ജാഹു, നെസ്റ്റർ ആൽബിയാജ്, സുഭാശിഷ് ബോസ്, സ്റ്റീഫൻ എസെ, രാഹുൽ ബേക്കെ, അലക്സ് അജി എന്നീ താരങ്ങളും ടീം ഓഫ് ദി വീക്കിലുണ്ട്. ഗോൾ കീപ്പറായിട്ട് ടീം ഓഫ് ദി വീക്കിൽ ഇടം പിടിച്ചിരിക്കുന്നത് ആൽബിനോ ഗോമസ് ആണ്. മാത്രമല്ല കോച്ചായിട്ടുള്ളത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ കോച്ചായിട്ടുള്ള ജോസ് മോളിനെയാണ്. അടുത്തൊരു കാര്യം, ഫാൻസ് ഗോൾ ഓഫ് ദി വീക്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെ 2 താരങ്ങളാണ് ഇടം പിടിച്ചിരിക്കുന്നത്. നോവയും അതുപോലെ തന്നെ ജീസസ് ജിമിനസും ഫാൻസ് ഗോൾ ഓഫ് ദി വീക്കിന്റെ ലിസ്റ്റിലുണ്ട്. നിലവിൽ വോട്ടിംഗിൽ 1ാം സ്ഥാനത്തുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പാനിഷ് സ്ട്രൈക്കർ ആയിട്ടുള്ള ജീസസ് ജിമിനസ് ആണ്. 2ാം സ്ഥാനത്ത് നോവയും ഉണ്ട്. എന്നാൽ പോലും ഫാൻസ് ഗോൾ ഓഫ് ദി വീക്കിൽ വിജയിക്കാൻ ചാൻസ് ഉള്ളത് ജീസസ് ജിമിനസ് തന്നെയാണ്. അടുത്തൊരു കാര്യം, മുൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള ഇവാൻ കലീവ്ഷ്നിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിനൊന്നും ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു താരമാണ് ഇവാൻ കലീവ്ഷ്നി. ലോൺ അടിസ്ഥാനത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിയ താരം കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന്റെ പ്രിയ താരങ്ങളിൽ ഒരാളായി മാറുകയായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഇവാൻ കലീവ്ഷ്നിക്ക് യുക്രൈൻ നാഷണൽ ടീമിന് വേണ്ടി കളിക്കാൻ അവസരം ലഭിച്ചിരിക്കുകയാണ്. നിലവിൽ 26 വയസ്സ് പ്രായം വരുന്ന ഇവാൻ കലീവ്ഷ്നി ആദ്യമായിട്ടാണ് യുക്രൈൻ നാഷണൽ ടീമിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. എന്തുകൊണ്ടും താരമിനി യുക്രൈൻ നാഷണൽ ടീമിന് വേണ്ടി മികച്ച പ്രകടനം പുറത്തെടുക്കട്ടെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ISLുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓപ്ഷൻ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.